കോയമ്പത്തൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം, ചെറിയ രീതിയിൽ. ഇല്ലേ മോനു? യാ. ഇത് എയർപോർട്ട് ഏരിയ ഇതല്ല, ഇത് കാരണം നല്ല റഷുണ്ട്. ഞങ്ങള് കൊക്കട മാർക്കറ്റിൽ പോവാണ്. ഉക്കടയെന്നല്ലേ പേര്? ഉക്കട മാർക്കറ്റില്. ഉക്കട ഈ കാർ ആക്സസറീസിനൊക്കെ ഭയങ്കര ചീപ്പാന്ന് പറയുന്നത് കേട്ടോ. നമ്മള് അങ്ങോട്ട് പോകാനായിട്ട് നമുക്കൊരു കാറോടുണ്ട്, ഓൾട്ടോ കേട്ടുണ്ട്. അതിന്റെ ചെറിയ അക്സസറീസ് ഒക്കെ മേടിക്കാം. ഇവിടെ ഇപ്പം നമ്മൾ താമസിച്ചത് തന്നെ കോവൈ മെഡിക്കൽ സെന്റർ, കോയമ്പത്തൂർ മെഡിക്കൽ സെന്റർ. എനിക്കൊന്ന് മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാം ഈ ഏരിയയിലാണ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അരവിന്ദ ഹോസ്പിറ്റല് കണ്ടോണ്ട് ഈ നമ്മളീ പോകുന്ന വഴിക്കാണ്. എയർപോർട്ട് അടുത്താണ്, തൊട്ടടുത്താണ്. എല്ലാം കൊണ്ടും ഇതൊരു മെയിൻ സിറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ വഴി ഇതാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്, കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്ന വഴി അതാണ്. ഇതാണ്. പിന്നെ ഇവിടെ അരവിന്ദ ഹോസ്പിറ്റൽ ഞങ്ങളുടെ പപ്പായ്ക്കൊക്കെ കണ്ണൊക്കെ സർജറി വലിയ ഫേമസ് ആണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അരവിന്ദ ഹോസ്പിറ്റലിന് തൊട്ടപ്പുറത്ത് തന്നെ ലോട്ടസ് ഐ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം കൂടെ ഉള്ളത്. അപ്പൊ ഇതൊരു മെഡിക്കൽ എല്ലാം വലിയ വലിയ ഹോസ്പിറ്റലുകളെല്ലാം ഈ സൈഡിലാണെന്ന് തോന്നുന്നു. നല്ല ഈസി ആക്സസ് ഉണ്ട്, എയർപോർട്ട് തൊട്ടടുത്തായോണ്ട് വരാം. അപ്പൊ ഇതൊരു മെയിൻ സിറ്റി ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കോയമ്പത്തൂർ ടൗൺ അല്ല തോന്നുന്നത്, ഔട്ട്സ്കേർട്ട് ആണ്. എന്തായാലും ടൗൺ അല്ല. ടൗൺ ആണെങ്കിൽ നമുക്ക് കുറേയൂടെ അത് ആണ് വരുന്നത്. ചിലപ്പോ അതായിരിക്കും ഔട്ട്സ്കേർട്ട്. കാരണം ഇതെല്ലാം മെഡിക്കൽ കോളേജുകൾ, മെഡിക്കൽ സെന്റർ. അപ്പം ഇത്രയും വലിയ ഏക്കർ കണക്കിന് ഇതൊക്കെ വേണമല്ലോ. അപ്പം ഒരു സ്ഥലങ്ങളൊക്കെ വേണ്ടോണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഔട്ട്സ്കേർട്ട് ആയിരിക്കണം. പാസ്പോർട്ട് സേവാ കേന്ദ്രമൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. എല്ലാം കോളേജും എല്ലാം ഇവിടെ തന്നെയാണ്, വലിയ വലിയ. ടൈഡൽ പാർക്ക് ഇതിനകത്താണ് നമ്മുടെ ഇൻഫോ പാർക്ക് എല്ലാം ഉള്ളത്. അരവിന്ദ ഹോസ്പിറ്റലാണ് ചെയ്ത അത് ബ്ലോക്കാ. ചൂടെടുക്കുന്നു. ഇവിടെ നല്ല വെയിലാണ്. കോയമ്പത്തൂര് നമ്മൾ ഇത്രയും സ്ഥലത്ത് പോയപ്പോഴും ഭയങ്കരമായിട്ട് ചൂട് അനുഭവിച്ചു. ഇപ്പൊ ഇവിടെ വന്നത് ചെന്നൈയിൽ, ഇപ്പൊ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോഴാണ് ഞങ്ങൾ ആദ്യവും ഇതേപോലെ തന്നെ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ചെന്നൈയിലൊക്കെ. ഇപ്പൊ ഇവിടെയും കോയമ്പത്തൂരും ഒക്കെ ഭയങ്കര ചൂട്. ഞങ്ങള് മറ്റേ കർണാടകയിലും ഗോവയിലൊക്കെ പോയപ്പം ചൂടേ ഇല്ലായിരുന്നു. ഫ്ലഡ് റോഡ് റിപ്പോർട്ടുണ്ട്. ഇവിടെ ഈ ചൂടത്ത് എവിടെ ഫ്ലഡ് ഗൂഗിള് കാണിക്കുന്നത് ഈ വെയിലത്ത് അല്ലേ? നല്ല വെയിലാണ്. ആക്സസറീസ് ഇതാണ് ഉക്കട മാർക്കറ്റ്. അണ്ണാ ഇത് നമ്മുടെ കാർ അക്സസറീസ് എല്ലാം വേണ്ടിയതാണ്. ഇത് പാസാ ഇതിൽ കയറുന്നതിന് 30 രൂപ. എന്നാണ് എന്നാ വെളിയിൽ നിന്ന് വല്ലതും മേടിച്ചാൽ മതിയത്. എല്ലാം യൂസ്ഡ് കാർസ് ഉണ്ട്. ടെമ്പൊക്കെ വയ്ക്കാൻ കിടത്തുന്നുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ട്, ഓൾ സ്റ്റേറ്റ് ലോറി പ്ലേയേഴ്സ്. ലോറികളുടെ ഓൾ കേരള ലോറികളുടെ ഇതുണ്ട് അവിടെ. അതുകൊണ്ട് KL10 ഒക്കെ കിടക്കുന്നു. സർവീസിങ്ങിനും പിന്നെ എനിക്ക് തോന്നുന്നു വന്ന് ഇറക്കുന്നത് ഇവിടെ ആയിരിക്കും ചിലപ്പോഴേ. ഇത് അല്ല, മിക്കവാറും റിപ്പയറിംഗ് ആണ് ഇവിടെ ഫുള്ള്. ഒത്തിരി കാണുന്നത് അതുകൊണ്ട് കാർ ഡെക്കോസ് ആൻഡ് സീറ്റ് കവേഴ്സ്. ചെറിയ കാറിന്റെ ഓൾട്ടോയുടെ
കവർ അന്വേഷിച്ച് നടക്കും. സീറ്റ് രണ്ടിടത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ കാറ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. മാർക്കറ്റ് അതാണ്. ഇതാണ് മുഹമ്മദ് അലി മാർക്കറ്റ്. നമ്മൾ മുഹമ്മദ് അലി മാർക്കറ്റിലോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഉക്കട മാർക്കറ്റിൽ കയറി. എന്തായാലും സാധനം സംഘടിപ്പിച്ചെടുത്തു. പക്ഷെ ഭയങ്കര അതാണ് കേട്ടോ, ഈ വെളി കാണുന്ന കടകളിലൊന്നും കയറി നേരെ അകത്ത് പോവുക. നമ്മൾ വെളി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇനി അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്, പാടാണ്, പാർക്കിംഗ് ബുദ്ധിമുട്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് പാതിൻ്റെ പാതി. ഞാനിപ്പം ഇത് തന്നെ നമ്മൾ ഫ്ലോർ മാറ്റ്, റബ്ബർ മാറ്റ് ചോദിച്ചപ്പോൾ 1800 ചോദിച്ച്. ഇവിടെ പുറത്ത് ഉക്കട മാർക്കറ്റ് റോഡ് സൈഡിൽ കിടക്കുന്ന കടകളിൽ. ആ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു മലയാളി കടയിൽ കയറി വെറും 400 രൂപ സെയിം സാധനം. റബ്ബർ മാറ്റാണ്, എല്ലാ റബ്ബർ മാറ്റ് തന്നെ, പ്യുവർ റബ്ബർ ഫ്ലോർ മാറ്റിന് വെറും 400 രൂപ. അത് അവർ പക്ഷേ ഫിക്സ് റേറ്റ്. അവർ 400 രൂപ നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല, 400 രൂപ ഫിക്സ് റേറ്റ് ആണ് എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ ഫൈൻ, നമ്മൾ ഓൾറെഡി റേറ്റ് ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഉക്കട മാർക്കറ്റ്. എന്തും ഒരു ബേസ് മോഡൽ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ടോപ്പ് മോഡലിനേക്കാൾ വെല്ലുന്ന രീതിയിൽ അവരാക്കി തരും. ആ രീതിയിലാണ് ഈ ഉക്കട മാർക്കറ്റ്. എങ്ങനെ ഇവർക്ക് ലാഭം, എങ്ങനെ ഏതാ ലാഭം എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും സംഭവം സൂപ്പർ. ഇപ്പം ഞാനിപ്പോൾ ഒരു കാറിന് വേണ്ടി കാർ സീറ്റ്, നമ്മുടെ ചെറിയ വണ്ടിക്ക് കേട്ടന്നെ ഒരു കാർ സീറ്റ്, ഫ്ലോർ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു 1850 സംതിങ് ആണുള്ളൂ. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ എയർ ഫ്രഷ്നർ കൂടെ മേടിച്ചു. ഇത് എല്ലാം ആയതേ ഉള്ളൂ. സോ ടോട്ടലി പ്രൈസ് ഓക്കെയാണ് നമുക്ക് നോക്കുമ്പോൾ. എനിവേ നമ്മുടെ അങ്ങനെ ഉക്കട മാർക്കറ്റിൻ്റെ ഇന്നത്തെ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് യാത്ര തുടരാം. ലെറ്റ്സ് ഗോ. കിട്ടുന്നുണ്ടോ മാപ്പ്? നമ്മളിപ്പം കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. അതാണ്ട് ബോർഡ് കിടക്കുന്നത് പാലക്കാട് 55, ഊട്ടി 86, സത്യമംഗലം 66 കിലോമീറ്റർ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ബസ് സ്റ്റാൻഡ്. ഇനി നമ്മളിതാ ജോഷ അതാണ്ട് നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇറങ്ങാൻ പോവാം കേട്ടോ. കേട്ടോ മോനെ. എന്താ പറയാ ജോഷ്? എന്നാൽ ഓക്കെ ജോഷ്, മറ്റേ ചെറിയ ബാഗല്ലേ ജോഷ്? എന്നാൽ ഫൈൻ, എന്നാൽ ഇതെടുത്തോ, നമുക്ക് നോക്കാം. നോ പ്രോബ്ലം, ഇതെടുത്തു. അങ്ങനെ ജോഷിയുടെ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പ് വന്ന് കയറിയതാണ് ഡ്രസ്സ് മേടിക്കാൻ. ജോഷ കഴിച്ചു പുഡിങ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പ്രിയ പോയിട്ടുണ്ട് മേളിൽ ചുരിദാർ സെക്ഷനിൽ ഡ്രസ്സ് നോക്കാൻ. ബാ നമുക്ക് നോക്കാം. ഓക്കെ ബാ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പേരെന്താ ഷോപ്പിൻ്റെ? ചെന്നൈ സിൽക്സിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു ഷോപ്പിംഗ്. പപ്പയും അമ്മയ്ക്കും ചെറിയ ഒരു ഡ്രസ്സ് എടുത്തു.
ഇനിയിപ്പോൾ നമ്മൾ പ്രിയ കുട്ടിക്കായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകും. അതിനു മുമ്പേ നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം. വിശക്കുന്നു. ഉച്ചയ്ക്ക് നമ്മളൊന്നും വലുതായിട്ട് കഴിച്ചില്ല. സോ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പർച്ചേസിങ് തുടരാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ സ്ട്രീറ്റിൽ ഇങ്ങനെ തേരാപാര നടക്കുന്നു. രാത്രി 10 മണി കഴിഞ്ഞു. കടകളെല്ലാം ക്ലോസ് ചെയ്തു. നമ്മുടെ പർച്ചേസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞങ്ങളായിരുന്നു തോന്നുന്നു മിക്കവാറും ലാസ്റ്റ് പർച്ചേസർ. എനിവേ, അപ്പോൾ ജോഷുവ ബൈ ബൈ, സീ യു ടുമോറോ. ഓക്കെ okay, we are signing off for today. See you tomorrow. Bye bye.